അവർ സത്യദൈവമായിരിക്കുന്ന യഹോവയെ വിട്ട് അവരെന്താണ് അതാത് ജാതികളുടെ ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞ് പച്ചമരത്തിന്റെ കീഴിലും ഉയർന്ന മലമുകളിലും അവർ അശേര പ്രതിഷ്ഠകളെ വെച്ച് അതിനെ ആരാധിപ്പാൻ തുടങ്ങി. അവിടെയാണ് അനേക പ്രവാചകന്മാരെ അയച്ചതിൽ ആദ്യത്തെ വലിയ പ്രവാചകനാണ് യെശയ്യാവ് എന്ന് അവരോട് ഇപ്രകാരം പറയേണ്ടി വന്നു. എന്താണ്? കാള തന്റെ ഉൾത്തൊട്ടിയെയും കഴുത തന്റെ യജമാനനെ അറിയുന്നു. ആ വചനം ഇങ്ങനെയാണ്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായിട്ട് നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അവർ സത്യദൈവമായിരിക്കുന്ന യഹോവയെ വിട്ട് അവരെന്താണ് അതാത് ജാതികളുടെ ഇഷ്ടങ്ങളിലേക്ക് തിരിഞ്ഞ് പച്ചമരത്തിന്റെ കീഴിലും ഉയർന്ന മലമുകളിലും അവർ അശേര പ്രതിഷ്ഠകളെ വെച്ച് അതിനെ ആരാധിപ്പാൻ തുടങ്ങി. അവിടെയാണ് അനേക പ്രവാചകന്മാരെ അയച്ചതിൽ ആദ്യത്തെ വലിയ പ്രവാചകനാണ് യെശയ്യാവ് എന്ന് അവരോട് ഇപ്രകാരം പറയേണ്ടി വന്നു. എന്താണ്? കാള തന്റെ ഉൾത്തൊട്ടിയെയും കഴുത തന്റെ യജമാനനെ അറിയുന്നു. ആ വചനം ഇങ്ങനെയാണ്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായിട്ട് നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു.